ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ കാണുക, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കാണുക, അതിൽ നിന്ന് ആക്സലറേഷൻ കാണുക. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ്. ഇനി ആക്സലറേഷൻ തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെ കാണും? നമ്മൾ ബേസിക്കിൽ നിന്നാണ് പോകുന്നത്, അതുകൊണ്ട് ആ ബേസിക് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ഇഫ് ദ ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ആക്സലറേഷൻ എഫ് എസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ടുണ്ട് 3t², ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ടൈം 3 seconds if initially particle was at rest. പാർട്ടിക്കിൾ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ വെലോസിറ്റി അറ്റ് t 3 സെക്കൻഡ് കാണും. അപ്പോൾ എങ്ങനെ ചെയ്യും? ആക്സലറേഷൻ 3t² തന്നിട്ടുണ്ട്. ആക്സലറേഷൻ എന്താണ്? dv/dt ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുമ്പോൾ ഇത് നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് അല്ലേ. അപ്പം ആക്സലറേഷൻ ജസ്റ്റ് എഴുതുക. 3t² തന്നിട്ടുണ്ട്, അതാണ് എന്ത്? dv/dt ആണല്ലോ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. dv = 3t² dt. വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇത് നമുക്കറിയാമല്ലോ. ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇനിഷ്യൽ ലിമിറ്റ് 0, ഫൈനൽ വെലോസിറ്റിയാണ് കാണേണ്ടത്. ഇനിഷ്യൽ ടൈം 0, ഫൈനൽ ടൈം എത്ര തന്നേക്കുന്നത്? ഫൈനൽ ടൈം തന്നേക്കുന്നത് 3 എന്നാണ്. 3 seconds അല്ലേ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്? v - 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് = 3 × t³/3 ഇൻ്റഗ്രൽ 0 to ഇൻ്റഗ്രൽ x⁻n dx അല്ലേ. x⁻n dx x⁻n+1 / n+1 + c. അപ്പം ഇത് പ്ലസ് സി എപ്പോഴാണ് വരുന്നത്? ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ. ഡെഫിനിറ്റ് ആകുമ്പോൾ സി വരത്തില്ല. അപ്പോൾ ഇതെന്ത് വരും? 3 വെട്ടിപ്പോയി. അപ്പോൾ v - 0 = 3³ എന്ന് പറയും. ഇപ്പോൾ v = 27 എന്ന് കിട്ടും m/s. കണ്ടോ? ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം ഞാൻ പറയുമ്പോൾ, ഞാൻ എല്ലാം എഴുതുന്നില്ല, ഞാനത് ഫിഗറിൽ കൂടെ മനസ്സിലാക്കി തരാം. പാർട്ടിക്കിൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. അപ്പം t = 0-ൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൂവിങ് അലോങ് ദ എക്സ് ആക്സിസ് അലോങ് മൂവ് ചെയ്യുകയാണ്. ഇറ്റ്സ് ആക്സലറേഷൻ വേരീസ് ആസ് ടൈം. ആക്സലറേഷൻ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ടുണ്ട് 40. ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ, അതായത് t = 0, x 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിൻ, ഡിസ്റ്റൻസ് കവേർഡ് ഇൻ t = 3 seconds. x 3 seconds എത്രയാണെന്ന് ചോദിച്ചു അല്ലേ. ആണ്. അപ്പം നമുക്ക് തന്നേക്കുന്ന ആക്സലറേഷൻ = 40 എന്നാണ്. ആക്സലറേഷൻ എന്താണ്? dv/dt ആണ് അല്ലേ. ഇത് 40 തന്നിട്ടുണ്ട്. അപ്പോൾ dv എന്താണ്? 40 dt എന്ന് തന്നിട്ടുണ്ടല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനിഷ്യൽ 0, ടൈം 0, അറ്റ് ടൈം t വെലോസിറ്റി നമുക്കറിയത്തില്ല, അപ്പോൾ അത് v എന്ന് തന്നെ ഇടുക അല്ലേ. അപ്പം ഇത് v = 4 × t²/2 0 to t എന്ന് കിട്ടും. v = 2t² എന്ന് കിട്ടും അല്ലേ. നമുക്കിത് കിട്ടി 2t². ഇനി v എന്ന് പറയുന്നത് എന്താണ്? ds/dt ആണ്. = 2t² എന്ന് എഴുതിക്കൂടെ. അപ്പം ds = 2t² dt എന്ന് കിട്ടും. ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ? കിട്ടും. ഡിസ്റ്റൻസ് നമുക്ക് കാണേണ്ട ഇനിഷ്യലി ഒറിജിനാണ്, ഫൈനൽ എസ് തന്നിരിക്കട്ടെ. ഇനിഷ്യലി t = 0, ഫൈനൽ ടൈം t = 3. അപ്പോൾ s - 0 = 2 × t³/3 എന്നാണ് അല്ലേ. അതായത് 2/3 × 27 എന്നാണ്. ഇത് 9 ആണ്. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? s = 18 മീറ്റർ എന്ന് കിട്ടും. അതാണ് ആൻസർ. കണ്ടോ? അപ്പോൾ ആക്സലറേഷൻ തന്നു നമ്മൾ ഇങ്ങനെയാണ് പോയേക്കുന്നത്. ആക്സലറേഷൻ വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ? ഈ മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം.
ആക്സലറേഷൻ ബി ടി തന്നിട്ടുണ്ട്. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി വി നോട്ട്. ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്സലറേഷൻ എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി ഈക്വൾ ടു ബി ടി ആണെന്ന് മനസ്സിലായി. അപ്പോൾ വെലോസിറ്റി ഈക്വൾ ടു ഡി വി ഈക്വൾ ടു ബി ടി ഡി ടി എന്നാണെന്ന് മനസ്സിലായി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ലിമിറ്റൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇനിഷ്യൽ വെലോസിറ്റി വി നോട്ട് എന്ന് പറയുന്നത്, അതായത് ടി ഈക്വൾ 0-ൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി നോട്ടാണ് അല്ലേ. അപ്പോൾ എനിക്ക് വി ഈക്വൾ ബി ടി പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ അറ്റ് ടി ഈക്വൾ 0 വി ഈക്വൾ വി നോട്ട് എന്ന് പറയുമ്പോൾ വി നോട്ട് ഈസ് ഈക്വൾ ടു സി എന്ന് കിട്ടും. അപ്പോൾ സി ഈക്വൾ വി നോട്ട് എന്ന് കിട്ടി. അപ്പോൾ വി ഈസ് ഈക്വൾ ടു ബി ടി സ്ക്വയർ ബൈ 2 പ്ലസ് വി നോട്ട് എന്ന് കിട്ടി അല്ലേ. നമ്മളോട് ഡിസ്റ്റൻസ് കഴിക്കുന്നത്, ഡിസ്റ്റൻസ് ഇതിന് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. ഈക്വൾ ടു ബി ടി സ്ക്വയർ ബൈ 2 പ്ലസ് വി നോട്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൾ ടു ബി ടി സ്ക്വയർ ബൈ 2 പ്ലസ് വി നോട്ട് എന്ന് കിട്ടി. അപ്പോൾ ഡി എസ് എന്ന് പറയുന്നത് ബി ടി സ്ക്വയർ ബൈ 2 പ്ലസ് വി നോട്ട് ഇൻറ്റു ഡി ടി എന്ന് കിട്ടി. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറ്റ് ടി ഈക്വൾ ടു 0 ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അറ്റ് ടി ഈക്വൾ ടു ടി ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇത് എസ് മൈനസ് 0 ഈക്വൾ ടു ബി ടി ക്യൂബ് ബൈ 2 × 6 പ്ലസ് വി നോട്ട് ഇൻറ്റു ടി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വി നോട്ട് ടി പ്ലസ് ബി ടി ക്യൂബ് ബൈ 6. കണ്ടോ? ഇങ്ങനത്തെ ഉള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. ബൗണ്ടറി കണ്ടീഷനൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, വേറെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ: എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിൻ. അതായത് ഒറിജിനിൽ നിന്ന് ബോഡി സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ ഫിഗറിൽ കൂടെ മനസ്സിലാക്കി തരാം. ഈ ബോഡി ബോഡി ഇവിടെ സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് മൂവ്സ് അലോങ് ദ എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. സച്ച് ദാറ്റ് വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്, വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ടുണ്ട് 4t³ - 2t. ഓക്കെ, വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ? ആക്സിലറേഷൻ എന്താണെന്ന് വെൻ ഇറ്റ് ഈസ് 2 മീറ്റർ ഫ്രം ദ ഒറിജിൻ. 2 മീറ്റർ ഫ്രം ഒറിജിൻ എന്താണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വി ഓഫ് ടി എന്നിട്ടുണ്ട് 4t³ - 2t അല്ലേ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെഴുതാം? വി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? 4t³ - 2t. അപ്പോൾ ഡി എസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 4t³ - 2t ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എസ് ഈക്വൾ ടു ടൈം ടി 0-ൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ആ ടൈം ടിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് അല്ലേ. അപ്പോൾ എസ് ഈക്വൾ ടു 4t⁴/4 - 2t²/2 എന്ന് കിട്ടി. അപ്പോൾ എസ് ഈക്വൾ ടു t⁴ - t². അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അറ്റ് ടി ഈക്വൾ ടു അറ്റ് വാട്ട് ടൈം, അതായത് എസ് ഈക്വൾ ടു 2 മീറ്റർ ആവുമ്പോൾ, അതായത് ഇത് ഒറിജിനിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 മീറ്റർ ആകുമ്പോൾ ഉള്ള ആക്സലറേഷനാണ്. അപ്പോൾ 2 മീറ്റർ ആകുമ്പോൾ ഉള്ള നമുക്ക് ടൈം കാണാമല്ലോ. ആദ്യം 2 മീറ്റർ ആകുമ്പോഴുള്ള ടൈം എത്രയാണെന്ന് കാണാം. ഇതിനകത്തൊരു 2 മീറ്റർ കൊടുക്കും. 2 = t⁴ - t² എന്ന് കിട്ടും. അതായത് t⁴ - t² - 2 = 0 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് t² = 2 ഓർ t² = -1 എന്ന് കിട്ടും. -1 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ t² വാല്യൂ 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ടി എന്ന് പറയുന്നത് ±√2 എന്നാണ് അല്ലേ. ആണ്. അപ്പോൾ ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്തോ dv/dt എന്നാണ്. അപ്പോൾ ഇതെന്ത് കിട്ടും?
12t² മൈനസ് 2 എന്ന് കിട്ടും. ടി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കുണ്ട് 12 × 2 -2, അതായത് 24 - 2 22 മീറ്റർ. അപ്പോൾ ഈ ടൈമിലുള്ള ആക്സലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്തു, അതായത് 2 മീറ്ററിലുള്ള ടൈം കണ്ടെത്തിയിട്ട് ആ ടൈം നമ്മൾ ആക്സലറേഷൻ ഡെറിവേറ്റീവ് എടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസിയേഷനും ഡെറിവേറ്റീവും ഒരുമിച്ച് നമ്മൾ ചെയ്തേക്കുക. ഓക്കെ, അത് നമ്മൾ അറിയണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോം ആക്സലറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോം ആക്സലറേഷൻ. അതായത് നമ്മൾക്ക് അറിയാവുന്നതായിട്ട് എന്താണ്, A = dv/dt എന്ന് അറിയാം. ഇത് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമ്മൾ എഴുതുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അതാണ് ആക്സലറേഷൻ. അപ്പോൾ dv = നമുക്ക് A dt എന്ന് എഴുതിക്കൂടെ? ഇനി നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആ ടൈം t = 0-ൽ വെലോസിറ്റി u ആണെന്നിരിക്കട്ടെ. ആ ടൈം t-ൽ ഫൈനൽ വെലോസിറ്റി സ്മോൾ v ആണെന്നിരിക്കട്ടെ. ഇത് u, ഇത് ക്യാപിറ്റൽ, ഫൈനൽ വെലോസിറ്റി v, u and v. Okay, if acceleration constant, we can take A outside na. So what will come? Integral u v dv = A × integral 0 to 2 dt. ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? v - u = 80. സോ v = u + 80. കണ്ടോ, ഈ ഇക്വേഷൻ നമുക്കറിയാം. യൂണിഫോം ആക്സലറേഷനിൽ ഇക്വേഷൻ ഓഫ് മോഷൻ, ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി, ഇത് ആക്സലറേഷൻ, ഇത് ടൈം. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് കൂട്ടാൻ നമുക്ക് വെലോസിറ്റി = ds/dt എന്ന് എഴുതാം. ഇതിലൂടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാവുന്നതേ ഉള്ളൂ നമുക്ക്, അല്ലേ? അതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ലോസ് ഓഫ് മോഷൻ നമുക്ക് എടുക്കാം. എഴുതാൻ പറ്റും. ഓക്കെ, സോ v = നമുക്ക് എന്ത് എഴുതാം? u + 80 എന്ന് എഴുതാം. v = u + 80. ഇത് ഫൈനൽ വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷൻ ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റും ഇനീഷ്യൽ വെലോസിറ്റി കണക്ട് ചെയ്യുന്ന റിലേഷൻ s = ut + ½ at². Then one more is there, v² = u² + 2as. ഈ 3 ഇക്വേഷൻസ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് അറിഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ v² = u² + 2as എങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ആക്സലറേഷൻ = dv/dt എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിനെ dv/dx × dx/dt എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ dx/dt v എന്ന് എഴുതി കഴിഞ്ഞാൽ v × dv/dx എന്ന് എഴുതാം. അപ്പോൾ ആക്സലറേഷൻ = v × dv/dx എന്ന് എഴുതാം. അപ്പോൾ v dv എന്ന് പറയുന്നത് നമ്മൾ എന്തെഴുതാം? a dx എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0, ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് s എന്നിരിക്കട്ടെ. ഇനിഷ്യൽ u, ഫൈനൽ v. അപ്പോൾ ഇതിനെ v² എന്താണ് ഇതിനെ ഇങ്ങനെ നമ്മൾ എടുക്കാം, v²/2 u to v = as എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ v²/2 - u²/2 as എന്ന് കിട്ടും. അപ്പോൾ v² - u² = 2as എന്ന് കിട്ടും. അപ്പോൾ v² = u² + 2as കിട്ടും. കണ്ടോ? അങ്ങനെയാണ് ഇത് ഡെറൈവ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി കിട്ടി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as കിട്ടി. ഇനി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഡിറൈവ് ചെയ്യാൻ വിക്ക് പകരം അതുകൊണ്ട് ഈ വി നമ്മൾ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു പ്ലസ് എ ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ യു സ്ക്വയർ പ്ലസ് 2u at പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ യു സ്ക്വയറും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാത്തിൽ നിന്ന് കോമൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ut പ്ലസ് എ ടി സ്ക്വയർ ഈക്വൽ ടു എ എസ് എന്ന് കിട്ടും. അപ്പം എസിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എ ക്യാൻസൽ ആയിപ്പോയി, പിന്നെ അങ്ങനെ എ ഇവിടെ വരും. അപ്പോൾ എ ഈക്വൽ ടു എസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 2 ആണ്. എസ് ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ടോ? നമ്മളതും പ്രൂവ് ചെയ്തു. അപ്പം 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പ്രൂവ് ചെയ്തതിനകത്ത്. ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ 8 സെക്കൻഡ്സ്. 8 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തോന്ന്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് വിത്ത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 20 cm/s². അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ട ഇക്വേഷൻ? എന്താണ്? എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലം. എസ് ഈക്വൽ ടു ഇനിഷ്യൽ 0 ആണ്, സോ പ്ലസ് ഹാഫ് ഇൻറ്റു 0 64 10 640 സെൻറ്റിമീറ്റർ ഉണ്ടോ? വളരെ എളുപ്പമായിട്ട് ചെയ്തു. ഇനിയൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അത് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ ഫ്രം എ ടു ബി. ഞാനത് ഫിഗറായി വരയ്ക്കുന്നു. എ ടു ബി ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുവാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഹാസ് വെലോസിറ്റി v1 ആൻഡ് v2 അറ്റ് എ ആൻഡ് ബി. v1 ഉം v2 ആണ് വെലോസിറ്റീസ് അറ്റ് എ ആൻഡ് ബി. ഇഫ് z ഈസ് ദ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. z മിഡ് പോയിൻ്റ് ആണ് എ ആൻഡ് ബി. ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൻ്റെ വെലോസിറ്റി എപ്പോഴെന്ന് വെച്ചാൽ v1² പ്ലസ് v2²/2 ആയിരിക്കും. പഠിച്ചു വയ്ക്കുക ഷോർട്ട് ട്രിക്ക്. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. ഓക്കെ, സപ്പോസ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് എന്ന് അങ്ങ് എടുക്കുക. എക്സ് ബി ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്യാം. വി ഈക്വൽ യു പ്ലസ് എ ടി, എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അറ്റ് എ അറിയാം v1. സോ അറ്റ് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്പ്ലേസിൻ്റെ x/2 ആണല്ലേ, കാരണം ഇത് മിഡ് പോയിൻ്റാണ്. ടോട്ടൽ എക്സ് ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് x/2 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഫോർമുല അനുസരിച്ച് ഈ വെലോസിറ്റി അത് സെൻറ്റർ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ ഫൈൻ വെലോസിറ്റി ഇവിടുത്തെ വി സി ഇനിഷ്യൽ ഈസ് v1. അപ്പോൾ വി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു v1² പ്ലസ് 2a. എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, യൂണിഫോം ആക്സലറേഷൻ ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ x/2 എന്ന് കിട്ടും. 2 × 2 ക്യാൻസൽ ചെയ്താൽ വി സി സ്ക്വയർ ഈക്വൽ ടു v1² പ്ലസ് ax. ഇക്വേഷൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഇവിടുന്ന് ഇവിടം വരെ അവിടെ അപ്പം നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം ഇനീഷ്യൽ വെലോസിറ്റി v(c²) ആണ്, ഫൈനൽ ഈസ് v2². അപ്പോൾ ഇത് v(c²) പ്ലസ് 2a ഇൻറ്റു x/2 എന്നാണ് ഡിസ്റ്റൻസ്, ആണ് മിഡ് പോയിൻ്റ് അല്ലേ. v2² ഈക്വൽ ടു vc² പ്ലസ് ax. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ax കോമൺ ആണ് അല്ലേ. അപ്പം axൻ്റെ വാല്യൂ ax ഈക്വൽ ടു v2² മൈനസ് vc² എന്ന് ഇവിടെ കൊണ്ട് കൊടുക്കുക. ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ vc² ഈസ് ഈക്വൽ ടു v1² പ്ലസ് v2² മൈനസ് vc² എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ 2vc² ഈക്വൽ ടു v1² പ്ലസ് v2² എന്ന് കിട്ടും. അപ്പോൾ vc² ഈക്വൽ ടു v1² പ്ലസ് v2² ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ vc എന്താണ്? √v1² പ്ലസ് v2²/2. കണ്ടോ, ഇതാണ് മിഡ് പോയിൻ്റ് വെലോസിറ്റി. അപ്പോൾ ഇതിങ്ങനെയാണ് പഠിച്ചിരിക്കുക. 2 പോയിൻ്റ് ഉള്ള വെലോസിറ്റി v1 v2 വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ ആണെങ്കിൽ സെൻറ്ററിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ √v1² പ്ലസ് v2²/2 ആയിരിക്കും. കണ്ടോ, വളരെ എളുപ്പമുള്ള പ്രോബ്ലം. ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക, ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.